നമസ്കാരം, വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. യെസ്, ഇത് മഞ്ജു വാദ്യാർ. മഞ്ജു വാര്യരല്ല, മഞ്ജു വാദ്യാർ. ഈ മഞ്ജു എന്നുള്ള പേരുള്ള ആൾക്കാരെല്ലാം ഭയങ്കര സൂപ്പർ ഹീറോസ് ആണ് അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഈ മഞ്ജു എന്നുള്ള പേരുള്ള ആൾക്കാരെല്ലാം ഭയങ്കര പോപ്പുലർ അല്ലേ, ഭയങ്കര ഫേമസ് അല്ലേ? അങ്ങനല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്തായാലും സോ വെൽക്കം ടു പോഡ്കാസ്റ്റ്. ഐ തിങ്ക് ദിസ് ഈസ് യുവർ ഫസ്റ്റ് പോഡ്കാസ്റ്റ്, റൈറ്റ്? Yes, that's my first part. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. യു ജസ്റ്റ് സിറ്റിംഗ് ഹിയർ ആൻഡ് ടോക്കിംഗ് ടു യുവർ ബ്രദർ. Exactly. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. Simple. And yes, As simple as that, അല്ലേ? ശരിക്കും അതെ, ഐ ആം ഹെർ ബ്രദർ Yes, അല്ലേ? yes. ശരിക്കും ബ്രദറാണ്, ബ്രദർ അല്ലേ? അതെ, brother അതായത് ആണ്. എൻ്റെ അപ്പൻ്റെ അമ്മാവൻ്റെ മകളുടെ മകളാണ് ഈ ഇരിക്കുന്ന മഞ്ജു വാദ്യാർ. അതിന്റെ സിംപ്ലിഫൈഡ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുക? എന്റെ അമ്മാവനാണ് സുജിത്തിന്റെ അച്ഛൻ. ആ, അതാണ്. യെസ്, ഓക്കെ, അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. Yes, അതാണ് സംഭവം. ഓക്കെ, അപ്പം മഞ്ജു വാദ്യാർ എന്ന് പറഞ്ഞ ആളെ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് വിളിച്ചതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഐ വാണ്ടഡ് ടു ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യങ് വുമൺ ഓൺടർപ്രണേഴ്സ്. Okay. സോ യു ആർ എ വുമൺ ഓൺടർപ്രണർ. Yes. യശോറാം ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ഫാമിലി റൺ ഒരു ദർ എ ബിൽഡർ. അവർ വീട് വെക്കും, ഫ്ലാറ്റ് വെക്കും, പിന്നെ അങ്ങനെ പല പല സംഭവങ്ങളും ചെയ്യും. സോ ഇറ്റ്സ് എ ഫാമിലി റൺ ബിസിനസ് സ്റ്റാർട്ടഡ് ബൈ യുവർ ഫാദർ. Yes, in 1977. 1977. Yes. 1977. We are nearing 50. Oh my God, really? Yes. 1977 തുടങ്ങിയതാ? തുടങ്ങിയത് and have been into this since last 20 years. എൻ്റെ ഇത് 20th year എന്ന് പറയാം. I Okay. joined യശോറാം in 2005. Okay. അപ്പോൾ അന്ന് മുതലാണ് എൻ്റെ ജേർണി തുടങ്ങുന്നത്. Okay. സോ നിയർലി ഒരു 20 years, ആ 50 yearsൽ ഞാൻ 20 years ഞാനും എൻ്റെ ഹസ്ബൻഡും Okay. ഇതിലുണ്ട്. Okay. ഞങ്ങൾ നേരത്തെ ദുബായിലായിരുന്നു, ഒരു 3 years ദുബായിലായിരുന്നു. നിങ്ങൾ ദുബായ് എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് ആ സ്റ്റോറി ഒന്നും അറിയത്തില്ല. ഞാൻ ആ സമയത്ത് ചെറുതായിരുന്നു തോന്നുന്നല്ലേ? യെസ്. യെസ്. ഗോട്ട് മാരിഡ് ഇൻ 2000. ഓക്കെ. കഴിഞ്ഞിട്ട് മൈ ഹസ്ബൻഡ് വാസ് ഡൂയിങ് ഹിസ് IAM. അപ്പോൾ ജോലിയിലായിരുന്നു. ഹി വാസ് വർക്കിംഗ് വിത്ത് മിറ്റ്സുബിഷി കെമിക്കൽസ് ഇൻ ഹൽദിയ, വെസ്റ്റ് ബംഗാളിൽ. ആ സമയത്താണ് എൻ്റെ കല്യാണമായിട്ട് രോഹിത് പ്രഭുവിൻ്റെ അടുത്തായിട്ട് ഫിക്സ് ആകുന്നത്. അറ്റ് ദ സെയിം ടൈം ഹി ഹാഡ് ഗിവൺ ഹിസ് കാറ്റ് എക്സാം. IIT കഴിഞ്ഞിരുന്നു, പ്ലേസ്മെന്റ് ആയി വിത്ത് മിറ്റ്സുബിഷി കെമിക്കൽസ്. ഓക്കെ. കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ തോന്നിയൊന്നും ഹസ്ബൻഡിന് തോന്നി ദാറ്റ് ഹി ഹാസ് ടു ഗോ ഫോർവേഡ് വിത്ത് ഹിസ് ഹയർ സ്റ്റഡീസ്. അങ്ങനെ IIMൽ കാറ്റ് ചെയ്തിട്ട് IIMൽ കിട്ടി. സോ കാറ്റ് ചെയ്ത് IIM വി കെയിം ബാക്ക് ടു കാലിക്കറ്റ്. IIM കാലിക്കറ്റിലായിരുന്നു. 2 years അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ വി തോട്ട് ഹി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ തന്നെ. പക്ഷെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ബിക്കോസ് ഹി വാസ് ബ്രോട്ടപ്പ് ഇൻ കുവൈറ്റ്. സോ അങ്ങനെയൊക്കെ ആ പുറത്തുള്ള ഒരു ജേർണി അങ്ങനത്തെ ഒരു ഇല്ലായിരുന്നു. ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ ഹിസ് ഹോം ലാൻഡ് ആൻഡ് ഡു സംതിങ്. പക്ഷെ എൻ്റെ ഒരു മൈൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്ത് എനിക്കൊരു എക്സ്പോഷർ വേണമുണ്ടായിരുന്നു, വിച്ച് ഐ ഡിഡ്ന്റ് ഹാവ്. സോ ഐ സെഡ് ലെറ്റ്സ് ട്രൈ ഔട്ട് സൈഡ്. അപ്പോൾ ദുബായിൽ പോയി. ദുബായ് ഹി വാസ് വർക്കിംഗ് വിത്ത് ദുബായ് വെയർ ഐ വാസ് വർക്കിംഗ് വിത്ത് ദുബായ് മീഡിയ സിറ്റി. ഓക്കെ. അങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് 2003 ദുബായിൽ പോകുന്നത്. 2003 to 2005 അവർ ലൈഫ് വാസ് ഇൻ ദുബായ്. ഓക്കെ. അങ്ങനെ ഒരു ലോങ് ടേം അവിടെ താമസിക്കണമെന്നോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ജസ്റ്റ് ഒരു എക്സ്പോഷർ കിട്ടാൻ. സോ ഐ വാസ് വർക്കിംഗ് വിത്ത് എ ബ്രിട്ടീഷ് കമ്പനി. ഐ റിസീവ് സം ഓഫ് അവരുടെ ഒരു വർക്കിംഗ് ഇതൊക്കെ മനസ്സിലാക്കി. തോട്ട് ഐ ഷുഡ് കം ബാക്ക് നൗ. ആസ് ഹി സെഡ് വി ഷുഡ് ഡു സംതിങ് ഫോർ അവർ ഹോംലാൻഡ്. അങ്ങനെ നാട്ടിൽ വന്നു. അപ്പോൾ വരണ മുമ്പ് ഒരു സംഭവം നടന്നു. എൻ്റെ അച്ഛൻ ശ്രീ ARS വാദ്യാർ, ഹു ഇസ് നോട്ട് വിത്ത് അസ് എനിമോർ. ഹി ലെഫ്റ്റ് അസ് ഇൻ 2020, ജസ്റ്റ് ബിഫോർ കൊറോണ. അപ്പോൾ അച്ഛൻ അന്ന് ഞങ്ങളിങ്ങനെ തിരിച്ചു വരണ മുമ്പ് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹീ ടോൾഡ് അസ് നൗ ഐ തിങ്ക് ഐ ഷുഡ് വൈൻഡ് അപ്പ് യശോറാം ആൻഡ് കോൺസെൻട്രേറ്റ്. ഹി ഹാഡ് എ ഡ്രീം പ്ലാൻ ഓഫ് ഹാവിങ് ഒരു സ്കൈ സിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ദെൻ സെഡ് അച്ഛൻ ഇത്രയും നാൾ ഒരു സിംഗിൾ മാൻ ആയിട്ട് റൺ തുടങ്ങിയ ഒരു സ്ഥാപനം, ഈസി ടു ഷട്ട് ഡൗൺ. പക്ഷെ അത് തുടങ്ങിയതിൻ്റെ പിന്നിൽ കുറേ നിങ്ങളുടെ പ്രയർ ജേർണി ഈസ് ടഫ് ജേർണി ആയിരുന്നു. സോ വി ആർ റെഡി ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് റൺ ഫോർവേഡ് ഇഫ് യു ആർ ഓക്കെ വിത്ത്. ഹി ഗിവ് എ ഗ്രീൻ സിഗ്നൽ. സെഡ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ഫോഴ്സ്ഡ് ടു റൺ ദിസ്. ഇല്ല, ഇത് നമ്മുടെ മനസ്സ്. ഐ ആസ്ക്ഡ് മൈ ഹസ്ബൻഡ് ഫസ്റ്റ്, വാട്ട് ഡു യു തിങ്ക്? He said, no, I don't mind. We can
നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാം, റൺ ചെയ്യാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഒരു 2005 ജൂണിൽ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും. joining Ashura. Okay. I was handling Ashuram Charitable Trust as well as Ashuram Builders in the marketing session, and Rohit is the managing director now. He's taking care of the complete project. Ashuram in the full project in the angere chain, and I'm still handling the marketing side. Okay. Angane, and the journey was all ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. വി ഹാഡ് എ ടഫ് ടൈം ഡ്യൂറിങ് കോവിഡ്. ഒരു 4 കൊല്ലം വി റിയലി സഫേർഡ് ലൈക്ക് എനി അതർ ഇൻഡസ്ട്രി. ബട്ട് യു നോ ദ ലാസ്റ്റ് സെഗ്മെന്റ് ഓർ സെക്ടർ ടു റിവൈവ് ഇസ് ഓൾവേസ് ദ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, റൈറ്റ്? റോട്ടി, കപ്പട, മക്കാൻ. റോട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, കപ്പട ഇല്ലാതെ. പക്ഷേ ലാസ്റ്റ് ഓപ്ഷൻ ഇതില്ലാതെയും ഉള്ള ഒരു നമുക്ക് ഉള്ള ഒരു വേണം. പക്ഷെ അത് എങ്ങനെയും പക്ഷെ ഈ 2 സാധനം എന്തായാലും അത്യാവശ്യമാണ്. ഫസ്റ്റ് ഇസ് റോട്ടി, ഇല്ലേ? റോട്ടി ഇല്ലാതെ പറ്റില്ല. ബാക്കി രണ്ടും ഒരു അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും ഉള്ള പോലെ നമുക്കും ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ. നൗ വി ഹാവ് റിവൈവ്, അതിന്ന് ഓവർകം ചെയ്തു, ആൻഡ് വി ആർ ഡൂയിങ്. അപ്പോൾ 50 years മുന്നേ വെൻ യുവർ അപ്പ സ്റ്റാർട്ടഡ് ദിസ് യശോറാം ബിൽഡേഴ്സ്, അങ്ങനെ തന്നെ അല്ലേ തുടങ്ങിയത്? അപ്പോൾ വാട്ട് വാസ് ഹിസ് ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ വീടുകളായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അച്ഛൻ വാസ് വർക്കിംഗ് വിത്ത് PhD. അന്ന് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പാണ്ടിക്കുടി വാട്ടർ ടാങ്ക്, അങ്ങനെ വാട്ടർ ടാങ്ക്സ് ഇപ്പോൾ ഗവൺമെന്റ് സെക്ടർ. At the same time, government gave permission for him to do his own private work. അങ്ങനെ അച്ഛൻ ആക്ച്വലി നോക്കിയാൽ 1960 മുതലേ അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇതില്. സ്വന്തമായിട്ട് സ്വന്തം പേരിൽ തുടങ്ങുന്നത് 1977. കൊച്ചിയിൽ തന്നെ പല വീടുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫ്രം ദ 1970s മുന്നേ മുതലുള്ള പ്രോജക്ട്സ് ഉണ്ട്. അതിപ്പോഴും വി ആർ സർപ്രൈസ് എന്നല്ല, വി ആർ സോ ഹാപ്പി ടു സീ ദം. സോ അതിന്ന് തന്നെ മനസ്സിലാക്കാം ക്വാളിറ്റി ഹി നെവർ യൂസ് ടു ഗിവ് അപ്പ്. അപ്പോൾ ആ ക്വാളിറ്റി നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായി. ഇപ്പം നിങ്ങളിപ്പം ഇത് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പം എത്ര വർഷം എന്ന് പറഞ്ഞത്? 20 years അല്ലേ? 20 years. ഈ 20 years ആയിട്ട് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം നിങ്ങളായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വർക്കിംഗ് സ്റ്റൈൽ. അതായത് അന്ന് ഫസ്റ്റ് ആൻഡ് ഓൺലി ഒരു ബിൽഡർ ആയിരുന്നു യശോറാം ബിൽഡേഴ്സ്. വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻ കേരള എന്ന് പറയാം. 80s എറണാകുളത്ത് പല ബിൽഡേഴ്സും വരുന്നത്. അപ്പൊ അന്ന് വലിയ കോമ്പറ്റീഷൻ ഇല്ല. വർക്കിംഗ് സ്റ്റൈലും അന്നൊക്കെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നത് ഭൂമി പൂജയുടെ സമയത്ത് തന്നെ ഓൾമോസ്റ്റ്. അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭൂമി പൂജയുടെ സമയത്ത് തന്നെ ബുക്കിംഗ് ആയി. ലാസ്റ്റ് സാധനത്തിന്റെ വിലയൊക്കെ കൂടി. അപ്പോ ലോസ് ചെറുതായിട്ട് വരില്ലേ? ആ ആദ്യം തുടങ്ങിയ ഇതായിരിക്കില്ല, കോസ്റ്റ് ആയിരിക്കില്ല അവസാനം. ബിക്കോസ് എവരിബഡി ഈസ് ബുക്കിംഗ് വിത്ത് പ്രസന്റ് വാല്യൂ. 3 years എങ്കിലും എടുക്കും ഒരു പ്രോജക്റ്റ് ആ സമയത്ത്. നൗ ഇറ്റ് ഈസ് ടേക്കിംഗ് അറൌണ്ട് 4 years. അപ്പോൾ അതൊക്കെ വരുമ്പോൾ വർക്കിംഗ് സ്റ്റൈൽ, പിന്നെ നമ്മുടെ ഇപ്പോൾ സുജിത്തൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ബ്ലോഗ്സും റീൽസും സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ഒക്കെയാണ് വരേണ്ടത്. അതിൽ വരണം എന്ന് വിചാരിക്കുന്നു വിത്ത് ദ ന്യൂ പ്രൊജക്ട്സ്. ബിക്കോസ് ഇതുവരെ ഉള്ളത് ലാസ്റ്റ് ഇപ്പോൾ അച്ഛൻ പോയിട്ട് 4 years ആയി. ഇപ്പോൾ പ്രീ കൊറോണ പ്രൊജക്ട്സ് ആയിരുന്നു, അതിപ്പോൾ ഹാൻഡ് ഓവർ ആയി. നൗ വി ആർ ഗോയിങ് ടു ഹാവ് എ ന്യൂ പ്രൊജക്ട് സൂൺ. അപ്പോൾ അതിൻ്റെ ലോഞ്ചിൻ്റെ അതിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്ത് പേപ്പർ വർക്ക്സ് ഒക്കെ എവിടെയെന്ന് ഇപ്പൊ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് അണ്ടർ പ്രോസസ്. സോ ഇല്ല, അത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. യശോറാം ബിൽഡേഴ്സ് ഇസ് ഓൺലി ഡൂയിങ് projects with apartments. അതല്ല, അവർ മെയിൻ ദിസ് തിങ് ഇസ് നോട്ട് ഓൺലി പ്രോജക്ട്സ്. അവേഴ്സ് ഇസ് ചെറിയ വീടുകൾ മുതൽ ഒരു 1/2 സെന്റിൽ മുതൽ വി ആർ ഡൂയിങ് ഹൗസസ്, പിന്നെ കമേഴ്ഷ്യൽ പ്രോജക്ട്സ്, ടെമ്പിൾസ് ആൻഡ് അതർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദാറ്റ് കംസ് ഫ്രീ ഓഫ് കോസ്റ്റ്. അത് സർവീസ് ചാർജ് നമ്മൾ എടുക്കാറില്ല. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയസ്
പള്ളികളൊക്കെ ചെയ്യുമ്പോൾ വി ഡോണ്ട് ടേക്ക് എനി സർവീസ് ചാർജസ്, ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ഫോർ ദ കമ്മ്യൂണിറ്റി എന്നൊരു ഇതുണ്ട്. അതുകൂടാതെ നമ്മൾ കമേഴ്ഷ്യൽ ബിൽഡിങ്സും ഞാൻ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഹൗസിങ്ങും എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് നമ്മൾ PMAY അല്ലെങ്കിൽ ലൈഫ് മിഷന്റെ ഹെൽപ്പിൽ വി കൺസ്ട്രക്ട് ഹൗസസ്. ഒരു 2 bedroom ഉള്ള ഹൗസ് ഒരു 440 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 bedroom ടോയ്ലറ്റ് ഉള്ള വീടുകൾ മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ജസ്റ്റ് ഓൺ ഫ്ലാറ്റ്സ്. പല പല പ്രോജക്റ്റുകൾ നിങ്ങളുടെ ട്രസ്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് ട്രസ്റ്റിന്റെ കീഴിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്? ഇപ്പോൾ ട്രസ്റ്റിന്റെ കീഴിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ PMAY ആൻഡ് ലൈഫ് മിഷൻ ഗവൺമെന്റ് സ്കീംസിലൂടെ നമ്മൾ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പാവപ്പെട്ടവർക്ക്. വെൻ ദേ കം ഫോർ സം ഇത് നമുക്ക് പറ്റുന്നത് ഹൈ ലെവൽ ആയിരിക്കില്ല, പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, എനിക്ക് ഇവരുടെ വീടിനെ പറ്റിയുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത്, മെമ്മറി അല്ലാതെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇവരുടെ വീട്ടിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീടിൻ്റെ പരിസരം എന്ന് പറയുന്നത് തന്നെ ലൈക്ക് TD റോഡിൻ്റെ MG റോഡിൻ്റെ ഇടയ്ക്കുള്ള ഒരു വഴിയിലാണ് ഇവരുടെ വീട് വരുന്നത്. അതൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ താഴെ കടമുറികളും ഒക്കെയാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇവരുടെ യശ്വറാം ബിൽഡേഴ്സിൻ്റെ ഓഫീസ്, സെക്കൻഡ് ഫ്ലോറിൽ ഇവരുടെ വീട്, ഇതിൻ്റെ ടോപ്പിൽ ടെറസാണ്, തെങ്ങും പിന്നെ അതേപോലെ മാവും വാഴ. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീടിൻ്റെ വീഡിയോ. തെങ്ങ് മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിറ്ററലി ലൈക്ക് ഒരു പറമ്പിൽ എങ്ങനെയാണോ അതേപോലെയാണ് ഇവരുടെ വീടിന്റെ ടെറസ് എന്ന് പറയുന്നത്. അത് കുറെ വർഷമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? കുറെ നാളെ അത് ഫസ്റ്റ് അച്ഛൻ തന്നെ സ്റ്റാർട്ട്, അച്ഛൻ്റെ ഒരു പാഷനായിരുന്നു. അത് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അച്ഛൻ ദാറ്റ് ഇസ് മൈ ഗ്രാൻഡ് ഫാദർ വീട്ടിൽ വന്നപ്പോൾ അച്ഛന് കാണിച്ചു കൊടുത്തു തോട്ടം. ആ സമയത്ത് ക്രോട്ടൺസും ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ അച്ഛന് ഭയങ്കര ഇതായിരുന്നു. അച്ഛൻ ഇതൊക്കെ ചെയ്യണമെന്ന് കാണിക്കാൻ, അച്ഛനെ വേണ്ടി കാണിക്കാൻ ഭയങ്കര ഉന്മേഷനായി. അച്ഛാ കണ്ടോ ഇത്, വാട്ട് യു സേ അബൌട്ട്. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞൊരു വാക്ക് ദാറ്റ് ഹിറ്റ് ഹിം. ആൻഡ് അങ്ങനെയാണ് ഈ ഓർഗാനിക് കൾട്ടിവേഷൻ തുടങ്ങിയത്. ഒരു വാക്ക് പറഞ്ഞു, ഇതിന്ന് എന്തെങ്കിലും കഴിക്കാൻ നിനക്ക് കിട്ടുമോന്ന്. ഞാൻ അവിടെ പോയിട്ട് ആ വീഡിയോയിൽ തന്നെ എന്തോരം ഞാനും അമ്മയും കൂടെ ചേർന്ന് ലൈക്ക് യുവർ അമ്മ ഈസ് വെരി സപ്പോർട്ടീവ്. ലൈക്ക് ഐ ലവ് ഹർ. ഷീ ഹാസ് ബീൻ വെരി സപ്പോർട്ടീവ്. ഷീ സോ സ്വീറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛന് വലിയൊരു സപ്പോർട്ട് അമ്മയായിരുന്നു അല്ലേ? അമ്മയുടെ പ്രൊഫഷൻ എന്തായിരുന്നു ശരിക്കും? അമ്മ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇപ്പൊ അത് ഇൻഡിപെൻഡന്റ് യൂണിവേഴ്സിറ്റി ആയി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴില് ഫിഷറീസ് കോളേജ് പനങ്ങാട്, അവിടെ പ്രൊഫസറായി മറൈൻ ബയോളജിസ്റ്റ് ആയിരുന്നു. സോ ഷി വാസ് വെരി സപ്പോർട്ടീവ്. അപ്പോൾ അവിടെ ആ ഒരു കൃഷി അവർക്ക് നമുക്കൊക്കെ നമ്മൾ വീടിൻ്റെ പറമ്പിൽ പോയിട്ട് പച്ചക്കറി എടുത്തുകൊണ്ട് വന്ന് കുക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്ന പോലെ ഷി യൂസ് ടു ഗോ ദേർ, ഷി യൂസ് ടു പ്ലക്ക് വെജിറ്റബിൾസ്. ആൻഡ് അത് ഭയങ്കര വീട്ടിൽ വരുന്ന ഓരോ ആൾക്കാരെ പോലും കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു വെരി ആക്റ്റീവ് ആൻഡ് കീപ്പിംഗ് ദാറ്റ് ഗോ റണ്ണിങ് വിത്ത്. ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് ലൈഫുകളിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും നട്ട് വളർത്തുക എന്നുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ ബാക്കില്. ഞങ്ങൾക്ക് എന്തായാലും നമ്മള് കടുവ് വറക്കുമ്പോഴത്തേക്കിനും പോയി അതേ 2 കറിവേപ്പില എടുത്തോണ്ട് വന്ന് ഇടുമ്പോ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ. അതെ, അത് ഭയങ്കര ഒരു എന്താ പറയാ സംഭവമായിരുന്നു ആ സമയത്ത്. ശരിക്കും ഇപ്പൊ ഒരു 20 വർഷമായിട്ട് ലൈക്ക് ഈവൻ ദോ യു ആർ ഹാൻഡ്ലിങ് മാർക്കറ്റിങ്ങും പിന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഒരു നിർമ്മാണ മേഖല എന്ന് പറയുന്നത് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. നോ, ഈ ഒരു നിർമ്മാണ മേഖലയിൽ ആസ് എ സ്ത്രീ, ആസ് എ വുമൺ എന്തൊക്കെയായിരുന്നു നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്? ചാലഞ്ചസ് എല്ലാ പ്രൊഫഷനുള്ള പോലെ ചാലഞ്ചസ് ഇതിലും ഉണ്ട്. പക്ഷെ അത്രയും ഇപ്പൊ വേറെ നാട്ടിലൊക്കെ പോലെ അത്രയും ഒരു പ്രഷർ ഇല്ല നമ്മുടെ നാട്ടില്. ഇറ്റ്സ് വെരി സപ്പോർട്ടീവ്. ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, അത് പോയിക്കൊണ്ടിരിക്കണം. അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. വെൻ ടൈം ചേഞ്ചസ് യു നീഡ് ടു ചേഞ്ച് യുവർ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് സ്റ്റൈൽ ഓൾസോ ഹാസ് ടു ചേഞ്ച്. അങ്ങനത്തെ ചേഞ്ചസ് അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത് കേരളത്തിൽ പൊതുവെ ഇല്ലാത്തൊരു കാര്യം. അങ്ങനെ ഒരു ബോംബെയിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പോലെ ആ പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിലില്ല. സപ്പോർട്ടീവാണ് ഗവൺമെന്റ് ആയാലും. അങ്ങനെ വലിയ ഒരു ആസ് എ സ്ത്രീ എന്ന രീതിയിലോ അങ്ങനെ ഒരു ഇത് ചാലഞ്ചസ് നേടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ,
നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല ബിൽഡേഴ്സും ഈ പറഞ്ഞ പോലെ ഫാമിലി റൺ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന നാഷണൽ ബിൽഡേഴ്സ്, ഇവരുടെ ഓഫീസിൽ പോയാലും ലൈക്ക് ഇവരുടെ റിലേറ്റീവ്സും ബാക്കിയുള്ള ആൾക്കാരും തന്നെ കുറേ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവര്, പിന്നെ ഈ ഫാമിലി ആയിട്ട് അച്ഛനും മകനും എല്ലാവരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നവര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്നതിലും എന്തുകൊണ്ടും നല്ലതാണ് ഒരു ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറയുന്നത്, അല്ലേ? ദാറ്റ് ഈസ് ദെയർ. പക്ഷെ എല്ലാത്തിനും ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ സാറ്റിസ്ഫാക്ഷൻ. അതെ, യു ആർ ആൻസറബിൾ ടു യുവർ സെൽഫ്. ഓക്കെ, അതൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെ യു ക്യാൻ ഓൾവേസ് പുട്ട് ഇൻ യുവർ ഇൻപുട്സ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റാഫിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിൻ്റെയും അവരുടെ ഒരു എന്താ ഒരു റാപ്പോ അല്ലെങ്കിൽ കെമിസ്ട്രി, ദാറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. അത് നമ്മൾ ഒരു തൊഴിലും അല്ലെങ്കിൽ ഒരു മേഖലയും ചീത്തയാണോ നല്ലതാണോ എന്ന് പറയില്ല. എല്ലാത്തിനും പ്രോസ് ഉണ്ട്, ക്രോൺസ് ഉണ്ട്. ഓക്കെ. പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എൻഡ് ഓഫ് ദി ഡേ. ഓക്കെ. പിന്നെ ഈ കൊറോണ പോലെയൊക്കെ സംഭവം വന്നാലേ അങ്ങനെയൊക്കെ നേരിടേണ്ടത് ബിസിനസ്സുകാരായിരിക്കും. മനസ്സിലായോ? മറ്റത് ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേ വിൽ ഹാവ് സാലറി മാസം എന്തായാലും അവർക്ക് കിട്ടുന്ന അവർക്കുണ്ട്. ശരിയാണ്, ഇല്ലേ? പക്ഷെ എന്തായാലും പണിയെടുക്കണം. പണിയെടുക്കാൻ ആരും അവർക്ക് സാലറി കൊടുക്കത്തില്ലല്ലോ. പറ്റില്ല. അക്കി എന്താ ശരി? അക്കി എന്ന് പറഞ്ഞാൽ ചേച്ചി നാട്ടോ, ഞങ്ങൾ അക്കി എന്നാണ്. അക്കി എന്താ ശരിക്കും പഠിച്ചത്? എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ BA സോഷ്യോളജിയാണ്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ എക്സ്പോർട്ട് മാനേജ്മെന്റ് ചെയ്തു. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. സോ യു വർ ആക്ച്വലി പ്ലാനിങ് ടു ഡു സംതിങ് എൽസ്, അല്ലേ? ഇല്ല, അങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷെ എവിടെയോ എന്തോ ഉണ്ടായിരുന്നു. ആർക്കിടെക്ചർ പഠിക്കാൻ പോയത് എന്താ ആ സമയത്ത്? അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഞാൻ സോറി ടു സേ, അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇതാണെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് വി ആർ ടു യങ് ടു ഡിസൈഡ്. ചില സമയത്ത് നോട്ട് എവ്രി വൺ ഹാസ് ദാറ്റ് ഇൻ മൈൻഡ്. ഒരു 14-15 വയസ്സെന്ന് പറയുമ്പോൾ ചില സമയത്ത് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഐ എം റോങ്, പക്ഷെ എൻ്റെ ഇത് പറയുകയാണ്, യു ടു യങ് ടു ഡിസൈഡ് വാട്ട് യു വോണ്ട് ടു അച്ചീവ്. പല ഹാൻഡ്ഫുള്ളേ ആയിരിക്കുള്ളൂ നിങ്ങൾ കാണുന്ന സൊസൈറ്റിയിൽ വാസ് റിയലി ഫോക്കസ്ഡ്. ഞാൻ പറയണത് ഞാൻ ഇതേ ചെയ്യുള്ളൂ, അതിൻ്റെ അപ്പുറം ആൻഡ് ദേ കണ്ടിന്യൂ ടു ഡു. അത് നമ്മുടെ ചെറുപ്പത്തിലെ ഇപ്പോൾ ഒരാളുടെ ടാലൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇപ്പം ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അതില്ലായിരുന്നു. ഒന്നല്ലെങ്കിൽ സയൻസ്, ഒരു ഡോക്ടർ ആകുക, എഞ്ചിനീയർ ആകുക, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനും വിചാരിച്ചിരിക്കണം ഇപ്പോൾ അങ്ങനെ ചെയ്തിരുന്നായിരുന്നല്ലോ എന്ന്. പക്ഷെ ഐ ഡോണ്ട് റിപ്പൻഡ്, ബിക്കോസ് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ പല സ്റ്റാർട്ടപ്പുകളും തുടങ്ങിയിട്ട് എല്ലാവരും ഒന്നും സക്സസ് ആയി പോകുന്നില്ലല്ലോ. ഇപ്പം തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഇപ്പം 100 തുടങ്ങുമ്പോൾ ചിലപ്പോൾ 20-25 ആയിരിക്കും സക്സസ് ആയിട്ട് പോകുന്നത്. ബാക്കി പലതും ഷട്ട് ഡൗൺ ആയി പോവുകയാണ്. അതിന് പല റീസൺസ് ഉണ്ടാവാം. ഒന്നീ പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് പണിയെടുക്കാൻ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഇത് മാർക്കറ്റ് ചെയ്യാൻ അറിയണമല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലേ? അതേപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പണിയും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എഫക്റ്റീവായിട്ട് വന്നാൽ മാത്രമേ ഒരു സ്ഥാപനം മുന്നോട്ട് വിജയിച്ച്, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു എന്തൊരു സ്ഥാപനം എന്തൊരു ബിസിനസ് എടുത്താലും ലൈക്ക് എത്ര വർക്ക് ഫോഴ്സ് ഉണ്ടായിട്ടും എത്ര എഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല, ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുക കൂടെ ഇന്നത്തെ കാലത്ത് വേണം. എസ്പെഷ്യലി വിത്ത് സോഷ്യൽ മീഡിയ. അതെ, സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇറ്റ് ടേക്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെയിലി ഇതിൽ. അപ്പോൾ അതില്ലാതെ ഇപ്പോൾ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയല്ലേ? അങ്ങനെയാണ്. സോഷ്യൽ മീഡിയ ആണല്ലോ കംപ്ലീറ്റ് മോണോപ്ലൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാ സംഭവങ്ങളാണെങ്കിലും AI വഴിയോ ഐ മീൻ റോബോട്ടിക്സോ വാട്ടെവർ ഇറ്റ് ഈസ്. AI ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് ആർക്കറിയാം. ഇപ്പൊ പണ്ടൊക്കെ നിങ്ങൾ പ്ലാൻ വരച്ച് കാണിക്കും, അല്ലേ? ഇപ്പൊ എന്തൊക്കെ ചെയ്ത് കാണിക്കും, ഇപ്പൊ എന്തൊക്കെ ചെയ്യാം, വാക്ക് ത്രൂ ഇമേജസ്. റിയൽ ലൈഫിൽ നിങ്ങളുടെ ഫ്ലാറ്റില് നിങ്ങളുടെ വീട്ടില് അകത്ത് കയറിയ എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് കയറിയ നടന്ന് വാക്ക് ചെയ്ത് കാണാവുന്ന രീതിയിലുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയില്ലേ കാര്യങ്ങൾ, അല്ലേ? ഹൗ ഇറ്റ് വിൽ കം എൻഡ് ഓഫ് ദ ഡേ എന്തായിരിക്കും, നിങ്ങൾ എങ്ങനെയായിരിക്കും ആ വീട്ടിൽ കയറുമ്പോൾ ഉള്ള ഫീലിംഗ് എങ്ങനെ ഉണ്ടാവും, അതെല്ലാം കാണിക്കാൻ പറ്റും.
എല്ലാം കംപ്ലീറ്റ് റിയൽ ലൈഫ് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ട് അതിനൊക്കെ പൈസ വാങ്ങിക്കാമല്ലോ. പണ്ട് പ്ലാൻ വരയ്ക്കുന്നതിന് മാത്രമല്ലേ പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 3D വേണമെങ്കിൽ വേറെ പൈസ, മറ്റത് വേണമെങ്കിൽ വേറെ പൈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാം അല്ലേ. കംപ്ലീറ്റ് മാറാം. ഓക്കെ. ഈ ഇപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് വീടുകള് ഫ്ലാറ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിലും ലൈക്ക് ഒരിക്കലും ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു എൻഡ് വരാൻ പോകുന്നില്ലല്ലോ അല്ലേ. ലൈക്ക് ഒരു എൻഡ് ഒരിക്കലും വരാൻ പോകുന്നില്ല. കാരണം കുറെ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ഇതൊക്കെ പഴയതാവും, പിന്നെ ഇത് പൊളിച്ചു പണിയേണ്ടി വരും ഇല്ലേ. അങ്ങനെ ഒരു സംഭവങ്ങൾ വരുന്നില്ലേ ഇപ്പൊ ദുബായ് ബോംബെയിലേക്ക് ഓൾറെഡി ഉണ്ട്. അത് കേരളത്തിലായിട്ടില്ല, അത്രയും പഴകിയ ആയിട്ടില്ല. അത് ഉടനെ വിത്തിൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് അതൊരു വലിയൊരു ബിസിനസ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന സംഭവം തൊട്ടാൽ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഇല്ലായിരുന്നു. ഓർ മേ ബി അത്രയും റീച്ച് ഓർ മേ ബി അതും ഞാൻ പറയാം മീഡിയ കാരണമായിരിക്കും. ബിക്കോസ് യു ആർ ഓപ്പൺ ടു സോഷ്യൽ മീഡിയ റൈറ്റ്. അപ്പോൾ പല ഐഡിയാസും കിട്ടും, പല ഇൻപുട്സ് യു ക്യാൻ ഡു. ചെറിയ കുട്ടികളും മുതൽ ഇപ്പോൾ ദേ ആർ കമ്മിങ് അപ്പ് വിത്ത് ലോട്ട്സ് ഓഫ് ഐഡിയാസ്. അപ്പോൾ പുതിയ സെക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ. നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ജസ്റ്റ് ഈ 2-3 എനിത്തിങ് യു ടച്ച് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദാറ്റ്. കാരണം ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞാൻ തന്നെ ഇപ്പം പത്തനംതിട്ട എറണാകുളത്ത് നിന്ന് താമസിക്കുന്നു. സോ ജോലി സംബന്ധമായിട്ടും ബാക്കി പല കാര്യങ്ങളായിട്ടും കൂടുതൽ ആളുകൾ സിറ്റിയിൽ താമസിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ താല്പര്യപ്പെടുമ്പോഴാണ് ഇതുപോലെയുള്ള ഈ അപ്പാർട്ട്മെന്റുകളുടെയൊക്കെ ആവശ്യങ്ങൾ കൂടി വരുന്നത്. ഇപ്പൊ കൊച്ചിയിൽ തന്നെ സത്യം പറഞ്ഞാൽ മറ്റ് സിറ്റികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അപ്പാർട്ട്മെന്റ്സ് ആ വെരി ലെസ് അല്ലേ. ഇപ്പോഴും വീടുകൾ ധാരാളം, ഇപ്പോഴും വീട് വെക്കാൻ ഇഷ്ടംപോലെ സ്ഥലം കിട്ടുന്ന സ്ഥലമാണ് ലൈക്ക് കൊച്ചി എന്ന് പറയുന്നത്. ലൈക്ക് അല്ലേ, കൊച്ചിയിലെ ഔട്ട്സ്കേർട്സ് എറണാകുളം ഒരുമാതിരി എറണാകുളത്ത് ഇപ്പൊ യെസ്, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ഗ്രോത്ത് യു ക്യാൻ എക്സ്പെക്ട്. ഞാൻ തന്നെ ഇപ്പം ഫ്ലാറ്റ് എടുക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ എനിക്ക് പാലാരിവട്ടം പോലൊരു ലൊക്കേഷനിൽ എനിക്കൊരു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കണമെങ്കിൽ എനിക്കൊരു മിനിമം 10 സെന്റ് സ്ഥലം വേണം. അതെ, ഒന്നുമില്ലെങ്കിൽ ഒരു 5 സെന്റാന്ന് വിചാരിക്കുക. 5 സെന്റിൽ എനിക്ക് ചെറിയൊരു വീട്, പിന്നെ എന്റെ വണ്ടി കയറ്റി ഇടാൻ പറ്റണം. അപ്പൊ ഒരു 10 സെന്റെങ്കിലും 10 സെന്റ് വേണം. ഈ 10 സെന്റ് സ്ഥലം വാങ്ങാൻ എത്ര പൈസയാവും? ആ പൈസക്ക് യു ആർ ഗെറ്റിംഗ് ആൻ അപ്പാർട്ട്മെന്റ് ആൻഡ് സേഫ്, സെക്യൂർ, എല്ലാം ശരിക്കും അതൊരു വലിയ ഫാക്ടറാട്ടോ. ഇപ്പം ഞാൻ നോക്കുമ്പോ എല്ലാവരും 24 hours security ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അമ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ അതൊക്കെ കോമൺ ആണല്ലോ, കോമൺ സ്റ്റാൻഡേർഡ് ആയി മാറി. സ്വിമ്മിംഗ് പൂളും ജിമ്മും അമ്യൂണിറ്റീസും എല്ലാം ഏതൊരു അപ്പാർട്ട്മെന്റ് എടുത്താലും കോമൺ ആയി മാറി. അത് യു ആർ പേയിങ്. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ മാസം ഇത്ര പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് യു ആർ പേയിങ് ഫോർ ഓൾ ദീസ് ഫെസിലിറ്റീസ് അല്ലേ. അതെ, ഇപ്പൊ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് എനിക്ക് ഈ വീട്ടിൽ ഒരു സെക്യൂരിറ്റിയെ വെക്കണമെങ്കിൽ ഞാൻ എത്ര രൂപ കൊടുക്കണം? ഒരു സെക്യൂരിറ്റിയെ വെക്കണമെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിൽ ഞാൻ എത്ര രൂപ കൊടുക്കണം? ഞാൻ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം? ഒരു ജിം എനിക്ക് വീട്ടിൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം? ഇല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ പുറത്ത് പോകണം. ഇതിപ്പോ ഷെയർഡ് ആയിട്ട് പോകുന്നുണ്ട്. ലൈക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും വെൻ യു ആർ മോസ്റ്റ്ലി ഓൺ മൂവ്, അപ്പോൾ ആ സമയത്തൊക്കെ പേരൻസ് ഒറ്റയ്ക്ക് ആണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് സേഫ്. നോ ബീങ് നെയ്ബേഴ്സ് ഉണ്ട്, ഒരു അത്യാവശ്യം വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ എല്ലാം ആരെങ്കിലും ഉണ്ടല്ലോ. അതൊക്കെ ശരിക്കും ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് ലൈഫ് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു മെയിൻ റീസൺ. ലൈക്ക് എന്നാലും നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ള പോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട്, ഒരു പറമ്പ്, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ വില്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഒല്ലൂരാണ്. ഇപ്പോ എവിടെ? ഒല്ലൂര്, തൃശ്ശൂർ. ഓ അത് ശരി. ഓക്കെ. മാമംഗലത്തൊക്കെ ഉണ്ടായിരുന്നു. മാമംഗലം, തൃശ്ശൂർ, ചേരാനല്ലൂരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഫ്ലാറ്റ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ്. ബട്ട് ഇഫ് വി ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി വി ആർ ഓൾവേസ് റെഡി ടു. നമ്മൾ ഇപ്പൊ ചെയ്യണത് ജോയിന്റ് വെഞ്ചർ പ്രോജക്ട്സ് ആണ് കൂടുതൽ. ജോയിന്റ് വെഞ്ചേഴ്സ്. ഓക്കെ. അതായത് ബിൽഡർ അല്ല മറ്റേ ലാൻഡ് ഓണറും ബിൽഡറുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങനെ ചെയ്യും. ഓക്കെ. അതെന്താ അതിന്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണ് ശരിക്കും? പ്രൊപ്പോർഷൻ ഓഫ് ദ ലാൻഡിന്റെ ഫ്ലാറ്റ്സ് ആയിട്ടാണ് അവർക്ക്. അപ്പം നമ്മൾ അവിടെ എനിക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലത്ത് ബിൽഡിംഗ് പണിയാൻ സമ്മതിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സുജിത്തിന്റെ അടുത്ത് 50 സെന്റ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. അഡ്വാൻസ് ആയിരിക്കില്ല, പകരം ആ വാല്യൂടെ ഫ്ലാറ്റ്സ് ആയിട്ടായിരിക്കും ഇത്രയും ഏരിയ
ആയിരിക്കും സുജിത്തിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫ്ലാറ്റ് വിറ്റിട്ട് വേണം പൈസ ഉണ്ടാക്കണം, അങ്ങനെയാണോ? വിൽക്കുകയോ താമസിക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ എങ്ങനെ ചെയ്യാം. ബട്ട് യു ഗെറ്റ് ആൻ ഇൻകം അല്ലേ, ആൻഡ് ഒരു പോർഷൻ ഓഫ് ദി ലാൻഡ് വിൽ ബി യോഴ്സ്. ലാൻഡ് പോകുന്നില്ലല്ലോ കയ്യിൽ നിന്ന്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ? അതെ, നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു വരുന്നത്. ഓക്കെ, ഞങ്ങൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. കാരണം ഇവര് എന്താ പറയാ, ഫുൾ കൊങ്കണിയുടെ ആളാണ്. അതായത് ശ്വേതയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ അവസ്ഥയായിരുന്നു. ലൈക്ക് ദാറ്റ്സ് വാട്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു ടോക്ക് ഫ്ലുവൻലി ഇൻ മലയാളം. ഇവരുടെ ഓഫീസിലാണെങ്കിലും മെജോറിറ്റി ഇത് തന്നെയായിരിക്കും സംസാരിക്കുന്നത് മലയാളത്തിലാണോ? പക്ഷേ എന്റെ മലയാളം മലയാളി നമുക്ക് മിക്സ്ചർ ഓഫ് ഓൾ ഉണ്ട് ഓഫീസില്. അപ്പൊ അതിന്റെ ഒരു ഇതെനിക്ക് കാണാനുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാമറയും ബാക്കിയുള്ള സംഭവങ്ങളും സെറ്റപ്പ് എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കിനും കുറച്ച് നെർവസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, സാരമില്ല, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ നിങ്ങൾ ഈ വുമൺ ഓൺടർപ്രണേഴ്സ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടോ? അതെ, വെൻ എന്നാണ് അതിന് പറയുന്നത്. എന്റെ വൈഫിന് അതിനകത്ത് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുമോ? ഞാൻ എത്ര പ്രാവശ്യം ശ്വേതയുടെ അടുത്ത് പറഞ്ഞിരുന്നു. ശരി, ഓക്കെ. ശ്വേത, I told you, no? Didn't I? Okay. എന്താണ് അത് ആക്ച്വലി? It is an women entrepreneur network. അതില് വിമൻ ഓൺടർപ്രണേഴ്സ് കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇപ്പൊ കോട്ടയത്തുണ്ട്, ഇപ്പൊ കോയമ്പത്തൂർ വരാൻ പോകുന്നു. Okay, is it something like a BNI? No, it is not like a BNI. Okay. It is more of support. നല്ല സിസ്റ്റമാണ്, സപ്പോർട്ട് സിസ്റ്റമാണ്. തമ്മിൽ എല്ലാ ബിസിനസ് BNI പോലെയല്ല, അതിന്റെ സ്ട്രക്ചർ തന്നെ വ്യത്യാസമുണ്ട്. മനസ്സിലായി. നല്ല സപ്പോർട്ടീവ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പുതിയ ലേഡീസ് ഈ മേഖലയിൽ വരുമ്പോൾ തന്നെ അവർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പോലും പറഞ്ഞു കൊടുക്കാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് വിമൻ ഓൺടർപ്രണേഴ്സ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓൺടർപ്രണേഴ്സ് മാത്രമല്ല. മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ നീഡ് ടു ഓർ ഇഫ് ഐ എം വില്ലിംഗ് ടു സ്റ്റാർട്ട് മൈ ബിസിനസ്, അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടി ഉള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. പിന്നെ യു ബിക്കം എ മെമ്പർ ഓഫ് ദാറ്റ് ആൻഡ് ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടിയാണത്. ഷീല കൊച്ചേഫ് മാഡമാണ് തുടങ്ങിയത്. ഷീസ് എ ഫൗണ്ടർ ഓഫ് വെൻ ഓൺടർപ്രണർ. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ടല്ലേ? സെഷൻസ് കുറെ സ്പീക്കേഴ്സ് വെച്ചിട്ടും കുറെ കോൺഫറൻസസും നടക്കാറുണ്ട്. ഓക്കെ. മെന്ററിംഗ് സെഷൻസ് ഉണ്ട്. കാരണം ലൈക്ക് നമ്മൾ എല്ലാ മേഖലകളിലും നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നുണ്ടെങ്കിലും പൊളിറ്റിക്സിലൊക്കെ നമ്മൾ സംവരണം വെച്ചിട്ടുണ്ട്. അതായത് ഇത്ര മിനിമം നമ്പർ ഓഫ് MLAs സ്ത്രീകളുണ്ടാവണം, ഇത്ര സീറ്റ് ആളുകൾ നിർബന്ധം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് കമ്പൽസറി ആയിട്ട് കുറേ ആളുകൾ അതിനകത്ത് വരുന്നുണ്ട്. എന്നിട്ടും ലൈക്ക് നമുക്കിപ്പോഴും ഒരു വനിതാ മുഖ്യമന്ത്രിയോ വനിതാ മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിന് ഉണ്ടായിട്ടില്ല, ഇത്രയും നാളായിട്ട് പോലും, അല്ലേ? ഇനി അതിനകത്തും കൂടെ നമുക്കൊരു സംവരണം എപ്പോഴെങ്കിലും കൊണ്ടുവന്നത്, അതായത് 10 കൊല്ലത്തിൽ അല്ലെ 5 ടേം കഴിയുമ്പോൾ ഒരു ടേമിലും വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്ന് പറഞ്ഞൊരു ഇത് വന്നാൽ മാത്രമേ ചിലപ്പം വരുമുണ്ടായിരിക്കുള്ളൂ, നമുക്കറിയില്ല. പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് സംവരണമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സംവരണം നമുക്ക് വെക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ലൈക്ക് ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. ധാരാളം ആളുകൾ പല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ചെറുകിട ഈവൻ ബേക്കിംഗ് മുതൽ പലതരത്തിലുള്ള ഈവൻ ദേ ആർ ഓൾസോ ഓൺടർപ്രണേഴ്സ്. അവർ കുറച്ചും കൂടെ ഒന്ന് സ്കെയിലപ്പ് ആയിട്ട് കുറച്ചും കൂടെ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഓൾറെഡി ഉണ്ട്, അതിലുണ്ട്. ഇപ്പോ കുറെ പേർക്ക് അറിയില്ല അതിനെ കുറിച്ച്, പക്ഷെ തിങ്സ് ഹാവ് ചേഞ്ച്. പിന്നെ ഈ കുടുംബശ്രീ പോലെയുള്ള സംഘടനകൾ വഴി ധാരാളം, അത് കേരളത്തിലാണ് തുടങ്ങിയത്. നല്ലൊരു ഇതല്ലേ, ധാരാളം പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. ഞാൻ ഈയിടെ അട്ടപ്പാടി പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു സംരംഭം, അതായത് ഈ ചെറുകിട കുടിൽ വ്യവസായം പോലെയുള്ള പല പരിപാടികൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ ഒരു സ്ത്രീകളെ ഉൾപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ കേരളത്തിൽ നല്ല മൊത്തത്തിൽ നടക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോ ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡ്, അവർക്ക് ഒരു ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സെറ്റപ്പ് ചെയ്യണം, ഒരു ചെറിയൊരു അതൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. എപ്പോഴും ലൈക്ക് സ്ത്രീകൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഇപ്പോഴും പല റെസ്ട്രിക്ഷൻസും ഉണ്ടെന്നുള്ളതാണ്. അതെ, അത് ഒരു സൊസൈറ്റിയുടെ ഒരു മൈൻഡ് സെറ്റ് മാറുന്നവരെ ഈ ഇഷ്യൂ ഉണ്ടാവും. നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം, ഇല്ലേ? ശരിയാണ്, ഒരു പരിധിവരെയൊക്കെ മാറണം. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സ്ത്രീകള് വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതെ, കുറെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇനിയും
മാറ്റങ്ങൾ വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുറത്ത് ലേഡീസ് പോകുമ്പോൾ ഒരു 8-9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇല്ലേ, വീട്ടിൽ ജോലിക്ക് പോയെങ്കിൽ 9 മണിക്ക് മുമ്പ്. പക്ഷെ അത് ഇനി ഒരു കാലത്തും നടക്കുന്ന ഒരു കാര്യമില്ല. ബിക്കോസ് ഷിഫ്റ്റ് മാറി വരും. നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടി വരും, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ പോലെ പല മേഖലകളിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇഫ് യു നീഡ് ടു ഗ്രോ, അതൊക്കെ കുറച്ച് കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ വീട്ടിലൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും നല്ല സപ്പോർട്ടീവ് ഫാമിലി ഉണ്ടെങ്കിൽ നത്തിങ് മോർ ദാൻ ദാറ്റ്. ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഇഫ് യു ഹാവ് എ സപ്പോർട്ടിങ് സിസ്റ്റം വീട്ടിൽ നിന്ന്, പിന്നെ നോ ലുക്കിംഗ് ബാക്ക്, ജസ്റ്റ് ഗോ ഹെഡ്. മൈൻഡ് എന്ത് പറയണോ അത് ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുന്നത്. വാട്ട് യുവർ മൈൻഡ് സേസ് യു ഷുഡ് ഡു. പിന്നെ റിപ്പൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പ്രായം ഞാൻ അത് ചെയ്തിരുന്നെങ്കിലോ, ഇപ്പോ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഡു. ഇപ്പോൾ ശരിക്കും നമ്മൾക്ക് ഒരു ഫാമിലി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലൈക്ക് ഭർത്താവ് ജോലി ചെയ്യുന്നു, ഭാര്യ വീട്ടില് പാചകം ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണല്ലോ പല ആൾക്കാരും. പക്ഷെ കുറെയൊക്കെ മാറിയിട്ടില്ല ചിന്തിച്ചു വരുന്നത്. വീട്ടിലെല്ലാരും ഇപ്പൊ ഹസ്ബൻഡ് ആയാലും അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്ലീനിങ്ങിലും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ പിന്നെ പറഞ്ഞ പോലെ ഒരു കാലത്തെ സമൂഹത്തില് അറ്റ്ലീസ്റ്റ് ആ ജനറേഷൻ വിൽ ചേഞ്ച് തോന്നുന്നു. ജനറേഷൻ മാറുന്നതനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഒരു കാലത്ത് എന്നാലോചിച്ചേക്ക് സ്ത്രീകൾ ജോലിക്ക് പോകാൻ പോലും സമ്മതിക്കാത്ത വീടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കുറച്ചിലായിട്ട് കാണുന്നവരുണ്ടായിരുന്നു. അതെ അതെ അതെ. അങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറിയിൽ വരുന്ന പല സമൂഹം വൈവിധ്യം നിറഞ്ഞതാണല്ലോ. അപ്പം പലർക്കും പല രീതികളാണ്. അതിൽ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മളൊക്കെ പിന്നെ പണ്ട് മുതലേ പല ആൾക്കാരും ബിസിനസ് ഫാമിലിയിൽ വളർന്നു വന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊക്കെ ഒരു ബിസിനസ് മൈൻഡ് നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടെന്ന് തോന്നല്ലേ. അതൊക്കെ നമുക്ക് ഈ പല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ തലമുറയായിട്ട് പകർന്നു കിട്ടിയ ആ ഒരു ജീനും ബാക്കിയുള്ള സംഭവങ്ങളും ഹെറിഡിറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക് യൂസ് ചെയ്യണം. അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇനി നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നെർവസ് ആയിട്ടിരിക്കാൻ പാടില്ല, സിമ്പിൾ ആയിട്ടിരിക്കണം. ടോപ്പിക് ഇടക്കിടക്ക് നീ എന്നെ കൊട്ടുന്നുണ്ടല്ലോ അല്ലേ അല്ലേ? Okay, so what is your future plans? What are your future plans? Future plans, we are coming up with projects. എറണാകുളത്ത് തന്നെയാണ്. And yes, let's see. പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു. ലൈക്ക് അതൊക്കെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ്. പുതിയ പ്രോജക്റ്റുകൾ. കൺസ്ട്രക്ഷൻ നിർത്താൻ പാടില്ലല്ലോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്ട്രക്ഷൻ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യം പറഞ്ഞു, അതിന് മാത്രം ഒരു കുറവുണ്ടാവില്ലല്ലോ. വീടുകൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഇതാണ്. ഒരു കാര്യം പറഞ്ഞു, ലൈക്ക് യു ഹാവ് സെഡ് ലൈക്ക് നിങ്ങൾ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ലൈക്ക് അമ്പലങ്ങളൊക്കെ അതെങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ? അമ്പലങ്ങൾ ഏത് അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്? ഗോശ്രീപുരത്ത്, ദാറ്റ് ഇസ് മട്ടാഞ്ചേരിയിലെ ചെർലായില് 1979 തുടങ്ങി വെച്ചായിരുന്നു നമ്മുടെ ഗോപുരം ഉണ്ടല്ലോ, TD അമ്പലത്തിന്റെ മെയിൻ ഗോപുരം. അത് പിന്നെ പുറക്കാട് ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം പുറക്കാട്, അവിടത്തെ ഓൾമോസ്റ്റ് അതിന്റെ ഫുൾ അന്ന് അച്ഛനായിട്ട് ചെയ്തു. ഇപ്പൊ അച്ഛനായിട്ട് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. രോഹിത്തും ഞാനായിട്ട് ഇപ്പൊ ഈടായിട്ട് നമ്മള് ശിവാലയം എന്ന് പറഞ്ഞിട്ട് കർണാടകത്ത് പൈപ്പ് ലൈൻ റോഡില് തമ്മനത്ത്, പിന്നെ ധന്വന്ത്രി ക്ഷേത്രം, അതും കർണാടകത്ത് തന്നെ. ഇപ്പൊ ഈ 2 എണ്ണം നമ്മളിപ്പോ ഈടായിട്ട് ചെയ്തു. പിന്നെ കുറച്ച് വരുന്നുണ്ട് ഓൺ ദി പൈപ്പ് ലൈൻ, 2-3 എണ്ണം അങ്ങനെ. വെരി ഗുഡ്. സോ അത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞൊരു ഈശ്വരനോട് വളരെ നന്ദി. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. എന്തായാലും ഫ്യൂച്ചർ പ്രോജക്റ്റുകളൊക്കെ അച്ഛൻ ചെയ്ത് കൊണ്ടുവരുന്ന വി ആർ ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളൊരു മനസ്സമാധാനമാണ്. മനസ്സിലായി. എന്തായാലും ഫ്യൂച്ചർ പ്രൊജക്റ്റുകളൊക്കെ വളരെ ഭംഗിയോടെ നടക്കട്ടെ, എല്ലാം നന്നായിട്ട് പോട്ടെ, പുതിയ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വുമൺ ഓൺട്രപ്രണർഷിപ്പ്, ഈ സ്ത്രീകൾ ഈ എന്താ പറയാ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്ത്രീകളോട് അവസാനമായിട്ടൊരു വാക്കുകൂടെ പറഞ്ഞു. നെവർ ഗിവ് അപ്പ്. നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരുന്നത്, ചെയ്യാൻ തോന്നുന്നത്, ഡോണ്ട് ലുക്ക് ബാക്ക്, ജസ്റ്റ് ഗോ ഹെഡ്. അതിൽ ചിലപ്പോൾ ഫോൾസ് ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ വരും, അതിലെല്ലാത്തിലും ഉണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം എടുത്താൽ അത് പെട്ടെന്ന് നമുക്ക് നാളെ തന്നെ അതിൻ്റെ
റിസൾട്ട് കിട്ടണമെന്നില്ല. ഇറ്റ് മൈ ടേക്ക് പ്രോബബ്ലി 5 years 6 years. പക്ഷെ അത് നിങ്ങൾ എടുത്ത ട്രാക്ക് അത് ശരിയാണെങ്കിൽ യു ഷുഡ് നെവർ ഗിവ് അപ്പ്. അത് ഫോളോ യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് തിങ്സ് വിൽ fall in line. അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് അഗൈൻ. കഴിഞ്ഞില്ല, എണീറ്റ് പോകരുത്, ഇവിടെ ഇരിക്കും. ബൈ പറഞ്ഞില്ല. ബൈ ഗൈസ്. Bye guys.